വിചിന്തനം 2 സമാധാനം ഉദ്ധിതന്റെ സമ്മാനം. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ചിലപ്പോഴൊക്കെ യുദ്ധത്തില് ആകാറുണ്ട്. നമ്മുടെ മാതൃരാജ്യവും അതിൽ നിന്ന് വിമുക്തമല്ല. നമ്മുടെയൊക്കെ കാലത്ത് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലും ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നത് നമ്മളിൽ ചിലവരൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. ഇന്ന് ആ തരത്തിലുള്ള ഒരു യുദ്ധത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് അകലെയുള്ള രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1967-68 വർഷങ്ങളിൽ അമേരിക്കയും വിയറ്റ്നാമും തമ്മിൽ ഒരു കടുത്ത യുദ്ധം നടക്കുകയുണ്ടായി. ആ യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യത്തിൽപ്പെട്ട പല പട്ടാളക്കാരെയും വിയറ്റ്നാംകാർ ബന്ദികളാക്കി. ഈ യുദ്ധത്തിനിടയിൽ പെട്ടെന്ന് അമേരിക്കൻ സൈന്യത്തിൽപ്പെട്ട ഒരു യുവ സൈനികൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ആ യുവ സൈനികന്റെ ഭവനത്തിലെ ഹൂസ്റ്റണിലെത്തി. അദ്ദേഹത്തിന്റെ പേര് റൊണാൾഡ് റിഡ്ജ്വേ എന്നായിരുന്നു. എല്ലാവർക്കും ആളോട് വളരെ തൃപ്തിയായിരുന്നു. ചെറുപ്പത്തിന്റെ ചുറുചുറുക്കും യുദ്ധതന്ത്രങ്ങളിലുള്ള മികവും കാണിച്ചിട്ട് വളരെ മതിപ്പായിരുന്നു സഹപ്രവർത്തകർക്ക് റൊണാൾഡിനോട്. അദ്ദേഹം യുദ്ധത്തിൽ മരിച്ചു എന്നുള്ള വാർത്ത സ്വന്തം ഭവനത്തിലെത്തിയപ്പോൾ കുടുംബാംഗങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിലപ്പുറമായി. സ്വാഭാവികമായിട്ട് ദുഃഖം അണകെട്ടി നിൽക്കുകയാണ്. നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധപ്പെട്ട ആളുകള് മകന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു. അണപൊട്ടി ഒഴുകിയ ആ ദുഃഖം ആ പരിസരങ്ങളിൽ അങ്ങോട്ട് ഒഴുകി നിറഞ്ഞു എന്ന് തന്നെ പറയാം. ആ ഭവനത്തിന്റെ ഏക ആശ്രയമായിരുന്നു റൊണാൾഡ്. അന്ത്യചുംബനങ്ങളൊക്കെ എത്രയോ ആഴത്തിലും എത്ര സ്നേഹത്തിലും അർപ്പിക്കാമോ അതൊക്കെ നടത്തി സൈനിക ബഹുമതികളോടുകൂടെ ആ റൊണാൾഡ് റിഡ്ജ്വേയുടെ മൃതശരീരം സംസ്കരിച്ചു. അടുത്തുള്ള ഇടവക ദേവാലയ സെമിത്തേരിയിലെ ഹൂസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. റൊണാൾഡ് അതോടുകൂടെ ദീപ്തമായിട്ടുള്ളൊരു ഓർമ്മയായിട്ട് തീർന്നു ആ നാട്ടിലെ ജനങ്ങൾക്ക് പൊതുവും വീട്ടുകാർക്ക് പ്രത്യേകിച്ചും. അങ്ങനെ കാലങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു. 1973 യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അമേരിക്കൻ തടവുകാര് വിയറ്റ്നാമിൽ പാർപ്പിച്ചിരുന്നവരെ കുറേശ്ശെയായിട്ട് ആ തടവിൽ നിന്ന് വിമുക്തരാക്കാൻ തുടങ്ങി. ഒരു ദിവസം റൊണാൾഡിന്റെ വീട്ടുകാര് പതിവ് പോലെ തങ്ങളുടെ വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. മകനെ പറ്റിയുള്ള ദീപ്തമായ സ്മരണ അവരുടെ മനസ്സിൽ ഉണ്ട്. എങ്കിലും കാലങ്ങൾ പിന്നിട്ടപ്പോ ആ സ്മരണയ്ക്ക് സ്വാഭാവികമായിട്ടും മങ്ങലേൽക്കുക അത് വസ്തുതയാണ്. ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലുണ്ട് അവർക്ക് കണ്ണുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആ അവസരത്തിൽ തടവറയിൽ നിന്ന് വിമുക്തമായിട്ട് ഒരു ബാച്ച് വിയറ്റ്നാമിൽ നിന്ന് അമേരിക്കയിലേക്ക് അയക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ബാച്ച് TVയിൽ പ്രത്യക്ഷപ്പെടുന്നു. അതിൽ തങ്ങളുടെ പുന്നാരമുഖൻ റൊണാൾഡ് റിഡ്ജ്വേ അതിന്റെ ഇടയിൽ നിൽക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മൃതശരീരം ഏറ്റുവാങ്ങി സൈനിക ബഹുമതികളോടുകൂടെ അന്ത്യചുംബനവും നൽകിക്കൊണ്ട് അണപൊട്ടിയ ഒഴുകിയ വികാരങ്ങളുടെ സാക്ഷിയായിട്ട് സംസ്കാര ശുശ്രൂഷ നടത്തിയതാ. ആ തങ്ങളുടെ മകൻ റൊണാൾഡ് TVയിലെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന കൂട്ടത്തോടു കൂടി അങ്ങനെ നിൽക്കുന്നു. അവർ വീണ്ടും സൂക്ഷിച്ചു നോക്കി. അതെ റൊണാൾഡ് തന്നെ. അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും 1-2 ദിവസത്തിന്റെ ഉള്ളിൽ റൊണാൾഡ് ഹൂസ്റ്റണിലുള്ള വീട്ടിലെത്തി. ഒന്ന് ചിന്തിച്ചു നോക്കുക. റൊണാൾഡിന്റെ സംസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് 1968 നടന്നു കഴിഞ്ഞു.
5 വർഷം കഴിഞ്ഞ് അന്ന് ജൂൺ മാസം 25-ാം തീയതിയായിരുന്നു 1973 ജൂൺ മാസം 25-ാം തീയതി റൊണാൾഡ് ഇതാ തങ്ങളുടെ വീട്ടില് ഒരു നിമിഷത്തിന്റെ തരിപ്പിന് ശേഷം, മരവിപ്പിന് ശേഷം അവർ അടിച്ചു പൊളിച്ചങ്ങട്ട് ആഘോഷിക്കാൻ തുടങ്ങി. ആ നാട്ടുകാർ ഒന്നടങ്കം ഹൂസ്റ്റൺ മുഴുവനും റൊണാൾഡിന്റെ തിരിച്ചുവരവ് ആഘോഷിക്കാൻ തുടങ്ങി. സത്യമായിട്ടും അവർക്ക് അർഹതപ്പെട്ട ആഘോഷം തന്നെ. റൊണാൾഡ് മരിച്ചു എന്ന് വിചാരിച്ച് വിചാരിച്ച റൊണാൾഡ് ദാ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു അവരുടെ മുമ്പില് എന്ന രീതിയിലാണ് അവരുടെ ആഘോഷം. സത്യത്തിലുണ്ടായ ഒരു സംഭവമാണിത്. ഇതുപോലെ സത്യത്തിന്റെ ഈടുകളിൽ വസ്തുനിഷ്ഠമായ രീതിയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു സംഭവത്തിന്റെ അനുസ്മരണ നമ്മളിന്ന് നടത്തുന്നത്. യേശുക്രിസ്തു മരിച്ചു എന്ന് വിചാരിച്ചവനല്ല, മരിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെട്ട് അതിനെ രാജകീയമായ രീതിയിൽ സ്ഥിരീകരണം നടത്തി, സംസ്കാരം നടത്തി, മുദ്ര വെച്ച് പട്ടാളക്കാർ കാവലിൽ നിന്ന ഒരു സംഭവമാണത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന നസ്രായൻ യേശുവിനെ സംസ്കരിച്ചു. ഇന്നേ വരെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഒരു കല്ലറ കാവൽ നിൽക്കാൻ വേണ്ടി രാജ്യത്തിലെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കാവൽ നിൽക്കാനിട വന്നിട്ടുള്ള ഒരു ശവകുടീരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്രയേറെ സ്ഥിരീകരിക്കപ്പെട്ട സംഭവം. മരിച്ചു എന്ന് തോന്നിയതല്ല യേശുക്രിസ്തു, മരിച്ചു യഥാർത്ഥത്തിൽ. റോമൻ പടയാളികൾ മരിക്കുന്നത് കണ്ടത്, പെട്ടെന്ന് മരിക്കുന്നത് കണ്ടപ്പോഴാണത് ഈ മരിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പുത്രൻ തന്നെ ആയിരിക്കണമെന്ന് വിളിച്ചു പറയാനിട വന്നത്. കണ്ണുകൊണ്ട് കണ്ടതാ, തോന്നിയതല്ല. ആ മരിച്ച് സംസ്കരിക്കപ്പെട്ട് യേശു യഥാർത്ഥത്തിൽ ഉത്ഥാനം ചെയ്തു എന്നുള്ളത് അതേപോലെ ചരിത്ര സംഭവം. മായയല്ല, വിചാരമല്ല, സത്യമാണ്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റിട്ട് വീണ്ടും മരിച്ചു എന്ന് തോന്നുക റൊണാൾഡ് തിരിച്ചു വന്നപ്പോ അമേരിക്കയിലുള്ള ഹൂസ്റ്റണിലുണ്ടായ സന്തോഷത്തിന്റെ തിമിർപ്പ് അങ്ങനെ ഉണ്ടായി എന്ന് വരികിൽ യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് തോന്നുക തന്നെയല്ല, മരിച്ച യേശുക്രിസ്തു സത്യത്തിൽ ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷപ്പെടുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാൻ അർഹതയില്ലേ? യേശുവിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികൾക്ക്, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക്, യേശുവിനോട് കൂടി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കുന്നതിനുള്ള അർഹതയുണ്ട്. അവസരമാണിത്. ലോകത്തിന്റെ സന്തോഷത്തോടു കൂടി തന്നെ നമുക്കും സന്തോഷിക്കണം. ഉയർപ്പിന്റെ തിരുനാള് യഥാർത്ഥത്തിൽ ആ സന്തോഷത്തിന് അർഹതയും അവകാശികളുമാണ് നമ്മൾ. ശരിയാണ്. പക്ഷെ റൊണാൾഡിന്റെ മരണം ആയിരുന്നു എന്ന് വിചാരിച്ച് തിരിച്ചു വന്ന റൊണാൾഡിന്റെ സന്തോഷത്തിന്റെ ആസ്വാദനത്തിന്റെ രീതി തന്നെ നമ്മൾ സ്വീകരിക്കണമെന്നില്ല. പക്ഷെ സന്തോഷിക്കാനുള്ള അർഹതയും അവകാശവും നമുക്കുണ്ട്. അതാണ് ഇന്ന്, അതിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റൊണാൾഡ് റിഡ്ജ്വേ തിരിച്ചെത്തിയപ്പോ ഓരോരുത്തർക്കോടും പറയാനുള്ളത് യുദ്ധത്തിലെ തനിക്ക് അനുഭവപ്പെട്ട കഷ്ടപ്പാടുകളും ആ യുദ്ധ തടവറയിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് റൊണാൾഡിന് പങ്കുവയ്ക്കാനുണ്ടായത്. യേശു തിരിച്ചു വന്നിട്ട് അടികൊണ്ട കാര്യങ്ങളൊന്നും പറയുന്നതായിട്ട് കാണുന്നില്ല, ഇട്ടികൊണ്ട കാര്യങ്ങളൊന്നും സംസാരിക്കുന്നതായിട്ട് പറയുന്നില്ല, അലച്ചിലും മർദ്ദനമുറകളും ഒന്നും വിവരിക്കുന്നതായിട്ട്, ആരോടും വിവരിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. പക്ഷെ ഒന്നും നമ്മൾ കാണുന്നു, കണ്ടവരോടൊക്കെ യേശുവിന് പറയാനുള്ളത്, മക്കളെ നിങ്ങൾക്ക് സമാധാനം, ഇത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് സമാധാനം. ഇത് ഈ സമയത്തിനകം തന്നെ ദിവ്യബലിയിൽ നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് സമാധാനം. യേശുവും റൊണാൾഡും തമ്മിലുള്ള ഒരു വ്യത്യാസം, നിങ്ങൾക്ക് സമാധാനം. യേശു ജീവിച്ചിരിക്കുന്ന കാലത്തും മനുഷ്യർക്ക് വേണ്ടി നൽകിയ സമ്മാനത്തിലെ കാതലായ സമ്മാനം
എന്റെ സമാധാനം മക്കളെ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാ യേശു പറഞ്ഞത്. പക്ഷേ ഈ സമാധാനം മാത്രം മനുഷ്യരുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിലോ യേശുവിന്റെ മനസ്സിന്റെ ആ ഒരുക്കം അല്ലെങ്കിൽ മനസ്സിലുള്ളത് പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിന്റെ ദുഃഖം തളം കെട്ടി നിൽക്കും. എങ്ങനെയാ സമാധാനമുണ്ടാകുക? ഉചിതമായത് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ ചെയ്യാൻ ഇടവരുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സമാധാനം. വേണ്ടത് വേണ്ടപ്പോ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ ഇടവരുന്നു എന്നുള്ള സ്ഥിതിവിശേഷത്തില് മനുഷ്യൻ അനുഭവിക്കാൻ ഇടവരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സമാധാനം. പക്ഷേ ഉചിതമായതായിരിക്കണം, ഉചിതമായ രീതിയിലായിരിക്കണം, ഉചിതമായ സമയത്തായിരിക്കണം അവ നിർവഹിക്കപ്പെടേണ്ടത്. വേണ്ടതായിരിക്കണം, വേണ്ട വിധത്തിലായിരിക്കണം, വേണ്ട സമയത്തായിരിക്കണം അത് നിർവഹിക്കപ്പെടേണ്ടത്. ആ രീതിയിലാണ് സമാധാനത്തിന്റെ ബീജം മനുഷ്യന്റെ മനസ്സിലെ പൊട്ടിവിടരുള്ളൂ. ഇതാണ് യേശു നമുക്കായിട്ട് നൽകുന്ന സമാധാനമാകുന്ന സമ്മാനം. എന്നാൽ ഉചിതമായതല്ലെങ്കിൽ, ഉചിതമായ വിധത്തിലല്ലെങ്കിൽ, ഉചിതമായ സമയത്തും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാകില്ല, നമ്മുടെ പരിസരത്തും സമാധാനം ഉണ്ടാകില്ല. യേശു നമുക്ക് നൽകുന്ന സമാധാനത്തിന്റെ ആന്തരികതയും ബാഹ്യവുമായിട്ടുള്ള അനുഭവങ്ങള് യഥാർത്ഥത്തിൽ ഏറ്റുവാങ്ങാനുള്ള കൃപ നമുക്ക് ലഭിക്കണം. ഓരോ അവസരത്തിലും ഉചിതമായത് ഉചിതമായ വിധത്തിൽ ഉചിതമായ സമയത്ത് തന്നെ ചെയ്യാൻ നമുക്കുള്ള പ്രാപ്തി ക്രമേണ നേടിയെടുക്കാൻ ഉള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നുള്ളതാകട്ടെ ഈ ഉത്ഥാന തിരുനാളിന്റെ സന്ദേശമായിട്ട് ഇന്നേ ദിവസം നമുക്ക് ഉൾക്കൊള്ളാവുന്നത്. ശ്രദ്ധിക്കാൻ, നമുക്ക് ജീവിക്കാൻ എല്ലാവർക്കും ഉത്ഥാനത്തിൻ്റെതായിട്ടുള്ള സമാധാനം സന്തോഷപൂർവ്വം ഞാൻ നേരുന്നു.